الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴാണ് നാം എവിടെയിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാവുക. നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവർ, ആരോഗ്യമില്ലാത്തവർ, സ്വത്തും സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും യോഗ്യതകളുമില്ലാത്തവർ, അവരിലേക്ക് നോക്കുമ്പോൾ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വിലമതിച്ച് കാണാതിരിക്കാൻ അത് സഹായകമാകും. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. എനിക്കും അവനെ തോൽപ്പിക്കണം, അവനെപ്പോലെ പണക്കാരനാകണം, അവനെപ്പോലെ വലിയ വീട് വെക്കണം, അവനെപ്പോലെ ലക്ഷറി കാറിൽ സഞ്ചരിക്കണം. അങ്ങനെയുള്ള മുകളിലേക്കുള്ള നോട്ടത്തിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് പകരം താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ, ഞാൻ ഒരുപാട് നേടിയവനാണ് എന്ന് സമാധാനിക്കാൻ പറ്റണം. ദീനിന്റെ കാര്യത്തിലാകട്ടെ നേർ വിപരീതമാണ്. ദീനിന്റെ കാര്യത്തിൽ നാം നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കല്ല. അവൻ നിസ്കരിക്കുന്നില്ലല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. അവൻ ജുമഅക്ക് പോലും വരുന്നില്ലല്ലോ, ഞാൻ ജുമഅക്കെങ്കിലും വരുന്നുണ്ടല്ലോ. അവൻ ഖുർആൻ ഓതുന്നില്ലല്ലോ, ഞാൻ ഖുർആനെങ്കിലും ഓതുന്നുണ്ടല്ലോ. ഇങ്ങനെ താഴെയുള്ളവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് ദീനിന്റെ കാര്യത്തിൽ നാം നമ്മുടെ മീതെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. ആരാണ് നമ്മുടെ മീതെയുള്ളവർ? ഒന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങളിൽ ഏറ്റവും അധികം പടച്ച റബ്ബിനെ ഭയക്കുന്ന, അല്ലാഹുവിൽ തഖ്വയുള്ളവൻ ഞാനാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അത് ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അവിടുത്തെ സ്വഹാബത്താണ്.
അവരെക്കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ അഅമഖഹാ ഇൽമൻ വഅഖല്ലുഹാ തകല്ലുഫ. ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം ചെയ്തവർ, ഏറ്റവും ആഴമുള്ള വിജ്ഞാനത്തിന്റെ ഉടമസ്ഥന്മാർ, യാതൊരു തരത്തിലുമുള്ള അഭിനയമോ നാട്യമോ ഇല്ലാത്ത, കറകളഞ്ഞ, പുറത്തെന്തോ അത് തന്നെ അകത്തെന്തോ അത് തന്നെ പുറത്തും കാണിക്കുന്ന കാപട്യമില്ലാത്ത, അഭിനയമില്ലാത്തവരാണ് സഹാബത്ത്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ നന്മകളെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ച് നമുക്ക് ഒരു വിചാരണ നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദീനീപരമായ നിലപാടുകൾ എവിടെ കിടക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ മുൻഗാമികളിലേക്ക് നോക്കണം. ജീവിതം പുണ്യങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ്. എന്നാൽ ആ പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ഏറ്റവും വലിയ സത്യസന്ധമായി മുന്നോട്ടു പോകുന്നവരാണോ നമ്മൾ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പുണ്യങ്ങളും ആരാധനകളും ഇബാദത്തുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ 5 വിഭാഗമാണ്. അതിലൊന്ന് സത്യസന്ധമായി നന്മ ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അറാബിയായ മനുഷ്യൻ വന്നു. അദ്ദേഹം നബിയിൽ വിശ്വസിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി. അദ്ദേഹം നബിയോട് പറഞ്ഞു, ഉഹാജിറു മഅക, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളുടെ കൂടെ ഹിജ്റ വരാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൂടെ കൂട്ടി. പിന്നീടൊരു യാത്രയിൽ, ഗസ്വത്തിന്റെ യുദ്ധയാത്രയിൽ സഹാബത്തിന് അല്പം ഗനീമത്ത് സ്വത്ത് ലഭിച്ചപ്പോൾ അത് വീതം വെച്ച സമയത്ത് അയാൾക്കും ഒരു ഓഹരി റസൂലുള്ളാഹി നൽകി. അത് കൊണ്ടുപോയി കൊടുത്ത സഹാബത്തിനോട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഖിസ്മുൻ ഖസമഹുല്ലാഹു ലക്കൻ നബി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് വീതം വെച്ച് തന്നിട്ടുള്ളതാണിത്. അദ്ദേഹം അതുമായിട്ട് നബിയുടെ അടുക്കൽ ചെന്നു. നബിയെ, മാ ഹാദാ, ഇതെന്താണ് ചോദിച്ചു. നബി പറഞ്ഞു, ഖസംതുഹു ലക്, ഇത് താങ്കൾക്ക് ഞാൻ വീതിച്ച് നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, മാ അലാ ഹാദാ ഇത്തബഅതുക വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർമ ഇലാ ഹുനാ വഅശാറ ഇലാ ഹൽഖിഹി. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഈ സ്വത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധക്കളത്തിൽ ശത്രുപാളയത്തിൽ നിന്ന് ചീറിയെടുക്കുന്ന അമ്പ് എന്റെ ഈ ഭാഗത്ത് വന്ന് പതിക്കണം, എന്നിട്ട് ഞാൻ മരണം വരിക്കണം, എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം. ഇതാണ് എന്റെ ഉദ്ദേശമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇൻ തസ്ദുഖില്ലാഹ് യസ്ദുഖ, താങ്കൾ അള്ളാഹുവിന്റെ പേരിൽ സത്യസന്ധമായിട്ടാണെന്ന് പറഞ്ഞതെങ്കിൽ അള്ളാഹു താങ്കളുടെ ആഗ്രഹം സത്യസന്ധമായിട്ട് പുലർത്തിത്തരും. കുറച്ചു കാലം അവർ കഴിച്ചുകൂട്ടി. അടുത്തൊരു യുദ്ധത്തിന്റെ സമയത്ത് സ്വഹാബത്ത് ഈ മനുഷ്യൻ കഴുത്തിൽ അമ്പേറ്റ നിലക്ക് മരിച്ചു കിടക്കുന്നത്, ഷഹീദായി കിടക്കുന്നത് കാണുകയാണ്. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖല്ലാഹ് ഫസദഖഹു, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടാണ് ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവും തന്നെ അദ്ദേഹത്തിന്റെ കാര്യം സത്യസന്ധമായി പുലർത്തിക്കൊടുക്കുകയുണ്ടായി. പ്രവാചകൻ തന്റെ ജുബ്ബയിൽ അദ്ദേഹത്തെ കഫൻ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ച് സ്വന്തം കൈകൊണ്ട് അദ്ദേഹത്തെ ഖബറിലേക്ക് ഇറക്കി വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക് ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക്. അല്ലാഹുവേ, ഈ നിന്റെ ഈ ദാസൻ അദ്ദേഹം നിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവനാണ്. അദ്ദേഹം ഇതാ രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിപത്രം കൊടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മുൻകഴിഞ്ഞുപോയ ആളുകളുടെയൊക്കെ ഉദ്ദേശം, ആഗ്രഹം, നിയ്യത്ത്, അവരൊക്കെ ജീവിച്ചത് ഇതിനു വേണ്ടിയാണ്. ഗനീമത്ത് സ്വത്ത് തന്റെ മുന്നിൽ വെച്ച് നീട്ടിയപ്പോൾ ഇതിനല്ല, സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ മഹാന്മാർ എവിടെ കിടക്കുന്നു? നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? നമ്മുടെ ആരാധനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണ്? നമുക്ക് ചെയ്യാനുള്ള താല്പര്യം എത്രത്തോളമാണ്? അത് ചെയ്യുമ്പോൾ നമ്മുടെ സത്യസന്ധതയും നിഷ്കളങ്കതയും നിഷ്കപടതയും എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ വിഭാഗത്തിൽ ഈ നിൽക്കുന്ന നമ്മൾ എത്ര പേർ പെടുമെന്നത് നാം ആലോചിക്കേണ്ടതാണ്. അതായത് സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെ തന്നെ അള്ളാഹ്ക്ക് വിറ്റിരിക്കുകയാണ്.
എന്തിനു വേണ്ടി? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി. അള്ളാന്റെ തൃപ്തി, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്റെ സന്തോഷത്തേക്കാൾ, എന്റെ സുഖത്തേക്കാൾ, എന്റെ വരുമാനത്തേക്കാൾ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്കെന്റെ റബ്ബിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കണം. അതിന് തന്റെ ആഗ്രഹങ്ങളെ, തന്റെ അഭിലാഷങ്ങളെ, തന്റെ സമ്പത്തിനെ, തന്റെ ശരീരത്തെ, തന്റെ സുഖത്തെ, തന്റെ എല്ലാറ്റിനെയും വിറ്റുകളഞ്ഞവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ അൽ-ബഖറ 207 ആയത്തിൽ അള്ളാഹു പറയാണ്. ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാം. അതിൽ പെടാനാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നത്? നന്മയെന്ന് കരുതി പലതും ചെയ്യും, പക്ഷെ അതൊന്നും നന്മയായിക്കൊള്ളണമെന്നില്ല. ഒരു കാര്യം എപ്പോഴാണ് അമലുൻ സ്വാലിഹാകുന്നത്? അത് ഇഖ്ലാസോടുകൂടെ ചെയ്യണം, ഇത്തിബാഓടുകൂടെ ചെയ്യണം. ഇഖ്ലാസ് എന്താണ്? ചെയ്യുന്നവന്റെ ഉള്ളിൽ അള്ളാന്റെ പ്രീതി മാത്രമായിരിക്കണം. ഇത്തിബാ എന്താണ്? ചെയ്യുന്ന കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന്റെയോ പ്രവൃത്തിയുടെയോ മൗനാനുവാദത്തിന്റെയോ അംഗീകാരം, സപ്പോർട്ടുണ്ടായിരിക്കണം. നമ്മൾ കുറെ നോമ്പ് നോൽക്കുക, കുറെ ദിക്ർ ചെല്ലുക, കുറെ സലാത്ത് ചെല്ലുക, കുറെ നിസ്കരിക്കുക, കുറെ ബലിയർപ്പിക്കുക, അങ്ങനെയല്ല. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അവലംബം, അസ്ലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് വല്ല ചോദ്യവും ചോദിച്ചാൽ അവർ പറയും ലാ അസ്ലലഹു, അതിന് അസ്ലില്ല. ഗൈറു മശ്റൂഅ്, അത് മതത്തിൽപ്പെട്ടതല്ല, അത് ബിദ്അത്താണ്, അത് മുഹ്ദസാണ്, ആളുകൾ പുതിയതായി ഉണ്ടാക്കിയതാണ്, യാതൊരു തരത്തിലുള്ള ഹുജ്ജത്തും സഹീഹായിട്ട് യാതൊരു തെളിവും ഇത് സ്ഥാപിക്കാൻ കാണുകയില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറയാൻ കാരണം എന്താണ്? കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, ഉള്ളത് ചെയ്യാന്നുള്ള. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു ജോലിക്കാരൻ വന്നു, അയാൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു പോയി, എന്നിട്ട് വൈകുന്നേരം നമ്മളോട് കൂലി ചോദിച്ചു. അതിനല്ലല്ലോ നമ്മളയാളെ വിളിച്ച്, ആണോ? ഒരു മുറ്റൊക്കെ അടിച്ചേരി കുറെ ചണ്ടി ഞമ്മലൊക്കെ തോണ്ടി അവിടെ ഇവിടേക്ക് ആക്കി. നമ്മളയാളെ ഒരു കാര്യത്തിനാണ് വിളിച്ചത്, ആ പണി അയാൾ ചെയ്യാതെ കുറെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപരി കുറെ കാര്യങ്ങൾ ചെയ്തു പോയി. അതിന് കൂലി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടോ? ഇല്ല. എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും എന്ത് ചെയ്താലാണ് സ്വർഗത്തിലേക്കെന്നും എന്ത് ചെയ്താലാണ് നരകത്തിലേക്കെന്നും കൃത്യമായി പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുണ്ട്. അതാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊക്കെ സ്വർഗത്തിലായിരിക്കും. നമ്മളൊക്കെ എത്രയാണ് ദിക്ർ ചൊല്ലിയത്, എത്ര ഫാത്തിയാണ്, 1000 ഫാത്തിഹ അല്ലെ, 10000 ഇഖ്ലാസ്, 1000 സ്വലാത്ത്. ആരാണ് ഇതിന്റെയൊക്കെ നമ്പർ നിശ്ചയിച്ചത്? ആരാണ് ഇതിന്റെ സമയം നിശ്ചയിച്ചത്? ആരാണ് ഇതിന്റെ രൂപങ്ങൾ നിശ്ചയിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ പ്രവൃത്തിയോ വല്ല തെളിവോ ഇതിനുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. റാത്തീബ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എത്ര കാലത്തെ പഴക്കമാണുള്ളത്? മൗലിദുകൾക്ക് എത്ര കാലത്തെ പഴക്കമാണുള്ളത്? നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നാരിയ സ്വലാത്ത് പോലുള്ള സ്വലാത്തുകൾക്ക് എത്ര കാലത്തെ പഴക്കമാണുള്ളത്? 27-ാം രാവിൽ പ്രത്യേകമായി ഒരുമിച്ച് കൂടുന്ന സ്വലാത്ത് വാർഷികത്തിന് എത്ര കാലത്തെ പഴക്കമാണുള്ളത്? കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ജാറങ്ങൾ ഖബർ കെട്ടിപ്പൊക്കി അവിടെ പൂജയും ആചാരവും ആഘോഷങ്ങളും ഉറൂസും നേർച്ചയും വഴിപാടുകളും തവാഫ് അടക്കം അവിടെ നടക്കുമ്പോൾ അതിനൊക്കെ എത്ര കാലത്തെ പഴക്കമാണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് എത്തുമോ? അവിടേക്ക് എത്തണം നമ്മുടെ കർമ്മങ്ങൾ. നന്മയാണെന്ന് കരുതി പലതും ചെയ്യാന്നുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നന്മകൾ തകർന്നുപോയ ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ അവിടെ പ്രത്യേകത? അവർ വിചാരിക്കും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ല ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണെന്ന്. പക്ഷേ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയും. കാരണം എന്താണ്? അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനവുമില്ല. മതാചാര്യന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സംഘടനകൾ രൂപപ്പെടുത്തി അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ കുറെ ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളും നിയമങ്ങളും നിബന്ധനകളും നമ്മുടെ നാടുകളിലുമുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തുള്ള കാലത്ത് തന്നെ കള്ള ഹദീസുകൾ ഉണ്ടാക്കാനും ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങൾക്ക് ജന്മം കൊടുക്കാനും ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് മായം കലർത്താൻ, പുതിയത് കടത്തിക്കൂട്ടാൻ നിരവധി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര കാലം പഴകിയാലും ശരിയായ ദീന് കളങ്കമില്ലാതെ നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുമിച്ച് കൂട്ടുപ്രാർത്ഥന നടത്താം. നിസ്കാരത്തിന് ശേഷം റസൂൽ എന്ത് ചെയ്തു? വല്ലതും പറയാനുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ റസൂൽ എണീറ്റ് പോകും. അതല്ലേ പതിവ്? അല്ലേ? നമസ്കാരം ബാക്കി നിൽക്കുന്ന റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ ബാക്കിലുണ്ടാവും. ഒരു റക്അത്ത് മാത്രം കിട്ടിയാലുണ്ടോ, അത്തഹിയ്യാത്ത് കിട്ടിയാലുണ്ടോ, അയാൾക്ക് 4 റക്അത്ത് നിന്ന് നിസ്കരിക്കണം. ആ സമയത്ത് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് അയാളുടെ നമസ്കാരം തശ്വീശാക്കിയാൽ
വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ടുപോലും നിസ്കരിക്കുന്നവൻ നിങ്ങൾ തശ്വീശാക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ നിങ്ങൾ സാവകാശത്തിൽ അവധാനതയോടെ വരണം. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക, ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കെ എവിടെയാണ് ഇത്തരം ഒരു കൂട്ടുപ്രാർത്ഥനയുടെ തെളിവുള്ളത്? അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ. നിസ്കരിക്കുന്ന സമയത്ത് ഒരാള് ഞാൻ 3 റക്അത്ത് മഗ്രിബ് നിർബന്ധമാക്കിയത് ഇന്ന രൂപത്തിൽ നിസ്കരിക്കുകയാണ്. ഒരാൾ പറഞ്ഞത്ര എവിടുന്നാ നിസ്കരിക്കണ കൂടി പറഞ്ഞാളാണ്. അള്ളാഹ്ക്ക് അറിയില്ലേക്കാരെ എവിടെ നിസ്കരിക്കണമെന്ന്. അതും കൂടെ പറഞ്ഞാളാ. അതും കൂടെ മിസ്സിംഗ് ഉണ്ട്. പട്ടർക്കുളം സലഫി മസ്ജിദിലാണ് എന്നും കൂടെ പറഞ്ഞാളാ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. മഹല്ലുന്നിയ്യ ഹൃദയത്തിലാണ്. നമ്മൾ നിർബന്ധ കർമ്മം നിർവഹിക്കാൻ പോവുകയാണെന്ന ആ ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇതുപോലെ ധാരാളം ബിദ്അത്തുകൾ, മരണാനന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നിരവധി ആഘോഷങ്ങൾ, അല്ലെ, റബീഉൽ അവ്വൽ 12 അതുമായി ബന്ധപ്പെട്ട മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളും, ഇതിനൊന്നും യാതൊരുവിധ തെളിവുകളുമില്ല. മരിച്ച വീട്ടിൽ യാസീൻ ഓതുന്നതിന് എന്ത് തെളിവാണുള്ളത്? ശഅബാൻ 15 പ്രത്യേകമായിട്ടുള്ള നോമ്പെടുക്കുന്നതിന്, പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത്? അപ്പോൾ ചെയ്യുന്ന കാര്യം നന്മയാണെന്ന് കരുതി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു കാര്യം നന്മയാകണമെങ്കിൽ അതിന് എവിഡൻസ് ഉണ്ടായിരിക്കണം. എഴുതി വെച്ചോളി, എവിഡൻസ് ഉണ്ടായിരിക്കണം. ഒരുപാട് ഷോർട്സും റീൽസൊക്കെ നമുക്ക് ഇങ്ങനെ വരും. ഇത് ചെയ്താൽ അതുണ്ടാവും, ഇത് ചെയ്താൽ ഫക്കർ ഉണ്ടാവില്ല, ഇത് ചെയ്താൽ നിങ്ങളുടെ മുഖം പ്രസന്നമാകും, ഇത് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഓക്കെ, എല്ലാം പറഞ്ഞോ. എന്താ തെളിവ്? എന്താ തെളിവ്? ഒരാളെ തൊള്ള പോരല്ലോ. ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് തെളിവുണ്ടായിരിക്കണം, എവിഡൻസ് ഉണ്ടായിരിക്കണം, അത് സ്വഹീഹായിരിക്കണം. വെറുതെ എവിടുന്നേലും വാറോലുണ്ടാക്കിയിട്ട് കാര്യമല്ല. സ്വഹീഹായ ഹദീസുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് രണ്ടാമത്തെ വിഭാഗം, ഒന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ആളുകൾ അടിസ്ഥാനമില്ലാത്ത ചെയ്യുന്ന ആൾക്കാരാണ്. മൂന്നാമത്തെ വിഭാഗക്കാരാണ് നന്മയ്ക്ക് അവസരം കിട്ടുമ്പോ അവരെന്ത് ചെയ്യും? തിന്മയാണ് ചെയ്യുക. നന്മയ്ക്ക് അവസരം കിട്ടുമ്പോൾ നന്മയും ചെയ്യും, തിന്മയ്ക്ക് അവസരം കിട്ടിയ തിന്മയും ചെയ്യും. അങ്ങനത്തെ ഒരു ടീം. നിസ്കരിക്കും, നോമ്പോൽക്കും, ഖുർആനോതും, എല്ലാം ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗത്തെ എനിക്കറിയാം, യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാൽ തിഹാമ ബിയദ, വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളുമായിട്ട് അവർ പരലോകത്ത് വരും. ഫയജഅലുഹു അല്ലാഹു അസ്സ വജൽ ഹബാഅൻ മൻസൂറാ, ഒരു മല കണക്കെയുള്ള ആ പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിതറിയ ധൂളികളെ പോലെ പാറ്റിച്ചു കളയും. ഇത് കേട്ടപ്പോൾ സൗബാർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, റസൂലേ സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണവർ? അവരെക്കുറിച്ചൊന്ന് പറഞ്ഞു തരീൻ, ഞങ്ങൾ അവരിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. റസൂൽ പറയാ, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും വയഖുദൂന മിനൽ ലൈൽ കമാ തഅഖുദൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുന്നത് പോലെ അവരും രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ്. സ്വഹാബത്തിന് ഒന്നും കൂടെ ബേജാറായി. നമ്മളെ കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞപ്പോഴേ കുറച്ചും കൂടെ ബേജാറായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വീണ്ടും ചോദിച്ചു, നബി ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവർ ഒരു വിഭാഗം ആളുകളാണ്, പുണ്യങ്ങളുടെ എല്ലാ വേദികളിലും അവരുണ്ടാകും. പക്ഷേ ഹറാമുകൾക്ക് അവസരം ഒത്തിണങ്ങി വന്നാൽ അവർ അതിൽ വീണുപോകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പുറമെ നല്ല ഭക്തരായിരിക്കാം, പക്ഷേ പർവ്വത സമാനമായ നന്മകൾ ഉണ്ടായിരിക്കാം, നിസ്കാരവും നോമ്പും സക്കാത്തും മറ്റു പുണ്യങ്ങളുമൊക്കെയായിട്ട്. പക്ഷേ ഏകാന്തതയിൽ അവർ പാപങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഇന്ന് ആധുനിക കാലത്ത് എല്ലാവർക്കും ടെക്നോളജി കയ്യിലുണ്ട്. യഥേഷ്ടം സേഫായിട്ടെല്ലാം ചെയ്യാവുന്ന അറേഞ്ച്മെന്റ്സും സെറ്റപ്പും ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ സമയത്ത് ഈ ഹദീസിനെ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ടെലഗ്രാമും മറ്റു പലതരത്തിലുള്ള ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആരുമില്ലെന്ന ഭാവേനയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് എത്ര വലിയ പരിക്കാണ് നമുക്കുണ്ടാക്കുന്നത്. മറ്റൊരാൾക്കും അതിന്റെ പരിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ പരിക്ക് നമുക്കാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിർവഹിച്ച് കൂട്ടിയ നമ്മുടെ ആരാധനാ കർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും സ്വതക്കയും ഹജ്ജും ഉംറയും അടക്കം ആ പാപങ്ങൾ തുടച്ച് നീക്കിക്കളയുന്നതാണ്. പാപങ്ങൾ നന്മയെ ഇല്ലാതാക്കും, നന്മയോ നന്മ പാപങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വത്ബഇ സയ്യിഅത്തിൽ ഹസന തംഹുഹാ, നീ തെറ്റുകൾ ചെയ്താൽ അതിന്റെ തുടരെ നീ നന്മകൾ ചെയ്യുക, എന്നാൽ നന്മ തിന്മയെ മായ്ച്ചു കളയും, തിന്മയോ നന്മനെ മായ്ച്ചു കളയും. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നന്മയും ചെയ്യുക തിന്മയും ചെയ്യുക എന്ന വിഭാഗത്തിലാകരുത്. എല്ലാം നല്ലതല്ലേ എന്ന് കരുതി എന്തെങ്കിലും ചെയ്യുന്നവരാകരുത്.
ആത്മാർത്ഥമായി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് പറ്റണം. നാലാമത്തെ വിഭാഗം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തൗഫീഖില്ലാത്ത ആൾക്കാരാണ്. മഹാനായ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ്, ആ തൗഫീഖ് ഇല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു. ഞാൻ നിങ്ങളോട് ഈ ദഅവത്ത് നടത്തുമ്പോ നസീഹത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങളെ നന്നാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ഇത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനൊക്കെ തൗഫീഖ് വേണം പടച്ചോന്റെ അടുത്ത്. ആ തൗഫീഖാണ് സുഹൃത്തുക്കളെ 17 തവണ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നന്മ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ, നിന്നെ ആരാധിക്കാൻ ഒക്കെയുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണമേ എന്നാണ്. എന്തേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ തേടുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഇബാദത്തിന്റെ കൂടെ ഇസ്തിആനത്ത് ചേർത്തത് എന്തിനാണ്? പണ്ഡിതന്മാർ പറയുന്നത്, ഇബാദത്ത് ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം, അള്ളാന്റെ പക്കൽ നിന്നുള്ള തൗഫീഖ് വേണം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു. ആർക്കെങ്കിലും അല്ലാഹ് നന്മ ഉദ്ദേശിച്ചാൽ അതിന്റെ അടയാളം എന്താണെന്നറിയോ? അയാൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അയാൾ നിർബന്ധവും ഐച്ഛികവുമായ പുണ്യപ്രവർത്തനങ്ങളിലൂടെ പടച്ചറബിലേക്ക് കുതിക്കും. ഓരോ നന്മകൾ കഴിഞ്ഞാൽ അടുത്ത നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് പടച്ചോൻ അയാൾക്ക് കൊടുക്കും. ഇതെന്താ അറിയോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, സുബഹിക്ക് എണീക്കാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും പറ്റുന്നില്ല. എന്തേ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനസ്സ് തിന്മകൾ കൊണ്ട് കറ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗഫീഖ് വേണം. ആ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ തൗഫീഖ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം ആയത്തുകളിലൂടെ ആ തൗഫീഖിനെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാചിന്റെ കാലടിയെ പിൻപറ്റുന്ന ആളുകൾ അറിയാ, അവൻ നിങ്ങളോട് നീചവൃത്തിയും തമ്മാടിത്തവും തിന്മയും മാത്രമാണ് പറയാ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, അള്ളാന്റെ റഹ്മത്തും ഫദ്ലും ഇല്ലാതിരുന്നാൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, ഒരാളും സംസ്കരിക്കപ്പെടുകയില്ല. അള്ളയാണ് ഓരോരുത്തരെയും സംസ്കരിക്കുന്നതും ഹിദായത്തിനുള്ള തൗഫീഖ് നൽകുന്നതും ഇബാദത്തിനുള്ള തൗഫീഖ് നൽകുന്നതും പുണ്യങ്ങൾക്കുള്ള തൗഫീഖ് നൽകുന്നതൊക്കെ. അതുകൊണ്ട് ആ വിശ്വാസി പ്രാർത്ഥിക്കുന്നത്, യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക് അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ. കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള സഹായവും അവന്റെ പക്കൽ നിന്നുള്ള തൗഫീഖും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നന്മയുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർക്ക് ചെയ്യാൻ നല്ല പൂതിണ്ട്, പക്ഷെ നടക്കണില്ല. നോമ്പോക്കാൻ പൂതിണ്ട്, നിസ്കരിക്കാൻ പൂതിണ്ട്, ഖുർആൻ ഓതാൻ പൂതിണ്ട്, ദീന് പഠിക്കാൻ പൂതിണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പൂതിണ്ട്, ദഅവത്തിന് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള തൗഫീഖില്ലായ്മയാണോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. ഏറ്റവും ആത്മാർത്ഥമായി നന്മകളിൽ കുതിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അഞ്ചാമത്തൊരു വിഭാഗം തിന്മകളാൽ വലയം ചെയ്യപ്പെട്ട് നന്മകളെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഗാഫിലീങ്ങളായിട്ടുള്ള മുദ്നിബീകളായിട്ടുള്ള ആൾക്കാരാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പര്യാവസാനമാണ് അത്തരം ആളുകൾക്കുണ്ടാകുന്നത്. ഭൗതികമായ, താൽക്കാലികമായ, നൈമിഷികമായ ആസ്വാദനങ്ങളിൽ, വേഷഭൂഷാദികളിൽ, സന്തോഷങ്ങളിൽ, ആർഭാടങ്ങളിൽ, ആനന്ദങ്ങളിൽ, ഉല്ലാസങ്ങളിൽ, കാഴ്ചകളിൽ, കേൾവികളിൽ, ചിന്തകളിൽ അവർ മുഴുകി ജീവിക്കുകയാണ്. മാറിവരുന്ന ട്രെൻഡുകളെ പേറി അവർ സമാധാനമടയുകയാണ്. അവരുമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ തിന്മയിൽ അവരുമായി കൂട്ടുകൂടി ആളുകളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ, അവരുമായി കൂട്ടുകൂടുന്നതിലൂടെ, അവരുമായി ഒരുമിച്ച് ഹറാമുകൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സന്തോഷത്തിൽ അവർ അഭിരമിക്കുകയാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് കേടുവന്നു പോയിട്ടുണ്ട്. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ,
അവർ നരകത്തിൽ ശാശ്വതന്മാരായിരിക്കും എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഹറാമുകളിലൂടെ നമ്മൾ കൂടുതൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഇബാദത്തിൽ നിന്ന്, ത്വാഅത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, പരലോകത്തേക്കുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്നോട്ടു പോകും എന്നുള്ളതാണ്. ഇബാദത്ത് അതിന്റെ ആസ്വാദനം ആദ്യം നഷ്ടപ്പെടും. പനി പിടിച്ചവന് ഭക്ഷണത്തിന്റെ രുചി ലഭിക്കാത്തതുപോലെ ഹറാമ് ചെയ്യുന്നവന് ഇബാദത്തിന്റെ രുചി നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അവന്റെ ജീവിതത്തിൽ നിന്ന് ഇബാദത്തുകൾ തന്നെ ഇല്ലാതായി പോകും. പള്ളിയിൽ നിന്ന് അവൻ പതിയെ പതിയെ പിന്നോട്ട് പോകും. ദീനീ മജ്ലിസുകളിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് വലിഞ്ഞു പോകും. അവന്റെ ജോലിയും അവന്റെ പഠനവും അവന്റെ ഫ്രണ്ട്സും അവന്റെ വരുമാനവും അവന്റെ എന്റർടൈൻമെന്റ്സും അവന്റെ യാത്രകളും അവന്റെ ഗ്രൂപ്പും അവന്റെ ഗെയിമും അവന്റെ വെബ്സൈറ്റുകളും ഒക്കെയായിട്ട് അവൻ മുഴുകി ജീവിക്കും. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ അല്ലാഹനെ മറന്നവരെ പോലെയാകരുത്. അല്ലാഹനെ മറന്നവനായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും. ഞാൻ ആരാണ്? എന്റെ ദൗത്യം എന്താണ്? ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്? മരിക്കും മുമ്പ് എനിക്ക് നേടാനുള്ള കാര്യം എന്താണ് എന്ന കാര്യം അവൻ മറന്നുപോകും. കഴിഞ്ഞ ദിവസം മരീക്കോട് ടൗണിലൂടെ ചായ കുടിക്കാൻ ഒരു യുവാവ് നടന്നുപോയായിരുന്നു. ഒരു ഗുഡ്സ് നിയന്ത്രണം വിട്ട് അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. നേരെ ഒരു കാറിലെ ബോണറ്റിൽ ചെന്ന അദ്ദേഹം വീണ് സ്പോട്ടിൽ മരിച്ചു. 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതുമായി ബന്ധപ്പെട്ട അതിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെയായിട്ട് കഴിച്ചുകൂട്ടുന്ന ഭാര്യയുടെ വാട്സപ്പിലേക്ക് വന്ന മെസ്സേജ്, സ്വന്തം ഭർത്താവ്, അതും യൗവനത്തിന്റെ നിറവിൽ നിൽക്കുന്ന സുന്ദരനും സുമുഖനുമായിട്ടുള്ള നല്ല ആരോഗ്യവും നല്ല മസിൽ പവറും ഒക്കെയുള്ള ഒരു യുവാവ് പൊടുന്നനെ മരിച്ച വാർത്തയാണ്. സഹോദരന്മാരെ, ഏത് ആനന്ദത്തിനും, ഏതുല്ലാസത്തിനും, ഏത് ആസ്വാദനങ്ങൾക്കും, എത്ര വലിയ ഹറാമുകൾക്കും ഒരു എൻഡുണ്ട്. അക്സിറൂ ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. എല്ലാ സുഖസംഭോഗങ്ങളെയും മറപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. അതുകൊണ്ട് തന്നെ തിന്മകളിലേക്ക് മുഴുകിയിട്ട് നന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരാകരുത് നമ്മൾ. സുഹൃത്തുക്കളെ, ജമാഅത്ത് എവിടെയും നമുക്ക് നിസ്കരിക്കാം. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പള്ളിയുണ്ട്. ആൾക്കാർ പറയും, എന്തിനാ അത്രത്തോനെ പള്ളിയും? ഇത്രത്തോനെ പള്ളിന്റെ ആയിട്ട് ഏതെങ്കിലും പള്ളിയിൽ ജിണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. എന്നാണ് അന്ത്യദിനമെന്ന് നബിയോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി മിണ്ടാതിരുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഫൈന സായിൽ, എവിടെ ചോദ്യം ചോദിച്ച ആളോ ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് നബി പറഞ്ഞു. മാദ അഅദതലഹ, നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചത്? എന്നാ സംഭവിക്കണം നടക്കട്ടെ, ജന്ത ഒരുക്കിയത്. സുഹൃത്തുക്കളെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതൊന്നും ബാധകല്ലാതെ പോണ കുറെ ആൾക്കാരുണ്ട്. അവർ ഓവുപാലത്തിന്റെ മേലെയാണ്. ജൻസി ഇങ്ങനെയായിരിക്കണമെന്ന് ആരൊക്കെയോ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുപ്പായം അയച്ചിട്ട് പാട്ടുപാടാനൊരു റാപ്പ് സിംഗർ വന്നാൽ തടിച്ചുകൂടാൻ ഇവിടുത്തെ യുവാക്കളുണ്ട്, ഇവിടുത്തെ കൗമാരക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. ഒരു ദീനി മജ്ലിസ്, ഒരു പരിപാടി, ഒരു പ്രോഗ്രാം, ഒരു വയല് ഇവിടെ വച്ചാൽ ആ സദസ്സിൽ യുവാക്കളില്ല, വിദ്യാർത്ഥികളില്ല. അവരെവിടെ പോയി? തിന്മകളുടെ ആധിക്യം നന്മയിൽ നിന്ന് പതിയെ പതിയെ നമ്മെ പിന്നോട്ടടിപ്പിക്കും. താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങൾ അത് നിലച്ചു പോകുന്ന നിമിഷത്തിൽ നമുക്ക് ബോധ്യപ്പെടും നാം സഞ്ചരിച്ച ആ അബദ്ധമായ വഴികളുടെ പരിക്കാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഹറാമുകളിലേക്ക് മുഴുകിയിട്ട് അള്ളാന്റെ ദീനിനെ, പുണ്യപ്രവർത്തനങ്ങളെ അവഗണിക്കുന്ന, മറന്നുപോകുന്ന സാഹചര്യമുണ്ടാകരുത്. വിജിലന്റായിരിക്കണം. ഇതൊരു ഇസ്തിഅദാദാണ്, ഇതൊരു പ്രിപ്പറേഷനാണ്. ഖബറാകുന്ന വീട്ടിലേക്ക്, ആഖിറമാകുന്ന ആ മടക്ക കേന്ദ്രത്തിലേക്കുള്ള ഒരു ഒരുക്കം. മനസ്സിലായില്ലേ? ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആദ്യാനുഭവം എന്താണോ അന്ന് മനസ്സിലാകും റിസൾട്ട്, വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന്. അവിടേക്കുള്ള ഒരു ഒരുക്കം, നമുക്ക് നാം മാത്രമുണ്ടാകുന്ന ആ പരലോകത്തേക്കുള്ള ഒരു ഒരുക്കത്തിനുള്ളതാണ് പടച്ചോൻ തന്ന യൗവനം, പടച്ചോൻ തന്ന സമയം, പടച്ചോൻ തന്ന ആരോഗ്യം, പടച്ചോൻ തന്ന ഒഴിവ് സമയം, പടച്ചവൻ തന്ന ജീവിതം അതിനുവേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് മറക്കാതിരിക്കുക. പുണ്യങ്ങളേറെ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ നോമ്പും ദിക്റും ദുആയും തിലാവത്തും എല്ലാം വർദ്ധിപ്പിക്കേണ്ട ഈ മാസം നാം അശ്രദ്ധരായി കൂടാ. റമദാൻ വരും മുമ്പ് തന്നെ നമ്മൾ നന്മയിലേക്ക് പ്രവേശിക്കുവാനും ആ ഒഴുക്കിലൂടെ ആവേശത്തോടെ റമദാനിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചറബിന് പ്രിയപ്പെട്ട പുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകാനും സംഭവിച്ചുപോയ അബദ്ധങ്ങൾ പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നെല്ലാം വിടവാങ്ങുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. വിവാഹം നടക്കാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയാകാത്തവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങൾ കാരണത്താൽ നമുക്ക് നേരെ വരാനിരിക്കുന്ന മുസീബത്തുകളെ അല്ലാഹു തടുക്കുമാറാവട്ടെ. പടച്ചറബ്ബ് നമ്മെ ഇഷ്ടപ്പെടുമാറാവട്ടെ. പടച്ചറബ്ബ് നമ്മുടെ അമാലുകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ നന്മയിൽ കുതിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. കടമകളും കടപ്പാടുകളും വൃത്തിയായി പൂർത്തീകരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന ദുരന്തങ്ങൾ, കടക്കണികൾ, മാറാരോഗങ്ങൾ, വർഗീയ സംഘടനകൾ എല്ലാം അല്ലാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. അല്ലാഹു ഈ രാജ്യത്ത് നിർഭയത്വം നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ. മനുഷ്യ സ്നേഹികൾക്ക്, ജനാധിപത്യ സംരക്ഷകർക്ക് ഈ രാജ്യത്തിന്റെ അധികാരം അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് തിരിച്ചു വിളിച്ചാലും സന്തോഷത്തോടെ, സൽക്കർമ്മകാരിയായിരിക്കെ, സ്വർഗ്ഗക്കാരനായിരിക്കെ, സന്തോഷത്തോടെ കലിമ ചൊല്ലി നെറ്റിത്തടം വിയർത്ത് അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ പടച്ചറബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും ഈമാനിനെ വർദ്ധിപ്പിക്കുവാനും അല്ലാഹുവിന്റെ ദീനിലേക്ക് ശക്തമായി മടങ്ങി ശക്തമായി ആ രംഗത്ത് കുതിക്കുവാനും പടച്ചറബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.